സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടാകുന്ന ആത്മസംതൃപ്തിയാണ് നമ്മുടെ ഗുണം. നമ്മുടെ സ്വന്തം അതാണ്. അത്തരത്തിൽ പൂന്തോട്ടത്തിൽ വിവിധ വർണ്ണങ്ങളിലും വർഗ്ഗങ്ങളിലും പെട്ട സസ്യലതാദികൾ നിൽക്കുകയും അതിനെ വേണ്ട വിധത്തിൽ കോതി നീക്കി ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നത് കൗതുകം പുറത്തുന്നതാണ്. കാണുമ്പോൾ നയനാനന്ദകരമായിരിക്കും, ആത്മസംതൃപ്തി കിട്ടും. സ്നേഹമാണ് ഇടകാര്യം മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ സ്വീകരിക്കാവുന്ന ഒരു സന്ദേശമാണ്. പക്ഷെ ഇതൊന്നും സ്വീകരിക്കാതെ നമ്മുടെ മതമല്ല, ജാതിയല്ല, വർഗമല്ല, ഒന്നുമല്ല നമുക്ക് ആഗ്രഹം പറഞ്ഞു. ജനാധിപത്യ വിശ്വാസികളെ, അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമാണ് ഇന്ന് സെപ്റ്റംബർ 15. നമ്മുടെ ജനാധിപത്യം, ഇന്ത്യൻ ജനാധിപത്യം ലോകം വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് നമ്മൾ സ്വയം ഉയർത്തുന്നു, അഭിമാനിക്കുന്നു. പക്ഷേ ഈ ദിനത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതിഗതികൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തെ കുറിച്ച് ലോകത്ത് ആദ്യമായി സംസാരിച്ചു തുടങ്ങിയത് അരിസ്റ്റോട്ടിൽ എന്ന മഹാനാണ്. അരിസ്റ്റോട്ടിലിന്റെ കാലത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ 1000 പേരുണ്ടെങ്കിൽ അതിൽ 10-20 പേരടങ്ങുന്ന വരേണ്യവർഗത്തിന്റെ സമ്പന്നന്മാരുടെ സമൂഹത്തിൽ ഉയർത്തി കാണിക്കപ്പെടാവുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയും തറവാടിത്തമുള്ളവരുടെയും ഒരു ജനാധിപത്യമായിരുന്നു അന്ന് വിഭാവനം ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തെ തരണം ചെയ്തുകൊണ്ടാണ് ജനാധിപത്യം എബ്രഹാം ലിങ്കന്റെ കാലത്തേക്ക് വരുന്നത്. എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കുറെ കൂടെ പുരുഷ ഏകീകൃത ജനാധിപത്യമാണ് അദ്ദേഹം വീക്ഷിച്ചിരുന്നത്. ആ ജനാധിപത്യ പ്രക്രിയയിലെ പുരുഷന്മാർക്ക് കൂടുതൽ പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ളതും ആയ ഒരു ജനാധിപത്യ സമ്പ്രദായം. അവിടെ നിന്ന് മുന്നോട്ട് പോയി ദശാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും എടുത്തിട്ട് അതിന് മുന്നോട്ട് പോയി വന്നപ്പോഴാണ് ബ്രിട്ടീഷ് ജനാധിപത്യത്തിന്റെ രൂപം വരുന്നത്. അവിടെ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജനാധിപത്യമാണ് അവിടെ മുന്നോട്ട് കൊടുത്തത്. അതുവരെ പുരുഷന്മാർക്ക് മാത്രം പങ്കാളിത്തമുള്ളതായി. മാർഗരറ്റ് താച്ചർ എന്ന് പറയുന്ന ആ വനിത ജനാധിപത്യത്തിന്റെ അവിടെ പ്രധാനമന്ത്രിയൊക്കെ ആകുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തേക്ക് ഉള്ള ബ്രിട്ടീഷിന്റെ കോളനി ഭരണമൊക്കെ കഴിഞ്ഞ് ഏകാധിപത്യ ഭരണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ജനാധിപത്യ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നത്. അവിടെ ഈ പ്രകൃതിയെയും മനുഷ്യനെയും കടലിനെയും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുകൊണ്ടുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യവും നിലവിലുള്ള രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നത്. അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജന്മം കൊടുത്തിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഇന്ന് കാണുന്ന തരത്തിൽ സാധാരണക്കാരുടെ പങ്കാളികളായി എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ജനാധിപത്യം സമ്പൂർണ്ണമല്ല. അതിനകത്തും ഉൾക്കൊത്തുകൾ ധാരാളമുണ്ട്. ടേക്ക് ദ മിനിമം എന്നൊരു മുദ്രാവാക്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ആ വിഭവങ്ങൾ വരും തലമുറയ്ക്ക് കൂടി കരുതി വയ്ക്കേണ്ടതാണെന്നുള്ളൊരു ബോധം ജനാധിപത്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ജനാധിപത്യത്തിന്റെ രൂപം എന്ന് പറയുന്നത്. പണ്ടതല്ല. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾ ഇരുന്ന് തീരുമാനമെടുക്കുകയും കൂടുതൽ ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ രീതി. ഇന്നത്തെ ഈ പോളി വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു ഭരണ സമ്പ്രദായം, അതായത് കുറച്ചാളുകൾ തീരുമാനങ്ങളെടുക്കുക, പണക്കാർ തീരുമാനങ്ങളെടുക്കുക, എന്നിട്ട് ദുർബലരായിട്ടുള്ളതും പാവപ്പെട്ട ആളുകളെ കൊണ്ട് അടിച്ചേൽപ്പിച്ചിട്ട് ഭരണം കൊണ്ടുപോകുക. അതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ കുത്തക മുതലാളിമാർ ചേർന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കുക, അവർ കൊടുക്കുന്ന പണം ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏർപ്പെടുക, സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭരണചക്രത്തെ ദുരുപയോഗപ്പെടുത്തുക എന്നൊരു ജനാധിപത്യ പ്രക്രിയയാണ് ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കുന്നത്. ഇതിന്റെ അപകടാവസ്ഥയെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യ കടന്നു പോകുന്ന ഒരു സങ്കീർണമായ അവസ്ഥയിലൂടെയാണ്. ഈ പഴയ കാലത്തെ ജനാധിപത്യ വ്യവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭരണാധികാരികൾ ഇന്ത്യയെ നോക്കി കാണുന്നതും ഭരിക്കുന്നതും. ഞാൻ സൂചിപ്പിച്ചതുപോലെ പണക്കാർ ചേർന്നിരുന്ന് ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നു, ബഹുഭൂരിപക്ഷം ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു, അവരെ കൊള്ളയടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയെടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ ദേശീയ പാർട്ടികളായാലും പ്രാദേശിക പാർട്ടികളായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ നാശത്തിനെ വഴിവെക്കുകയുള്ളൂ. ഇത് സ്വേച്ഛാധിപതികളെയും ഏകാധിപതികളെയും സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ ഇന്നത്തെ ജനാധിപത്യം ഉപകരിക്കുന്നുള്ളൂ എന്നതാണ് നമ്മൾ ഈ ദിനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാവിധ ഗുണദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ദോഷങ്ങളെ ദൂരീകരിച്ച് ഗുണങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കോടിക്കണക്കിന് രൂപ കൊണ്ട് പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഗുണം നിലവിലുള്ള ജനങ്ങൾക്ക് കിട്ടുകയും വേണം. അതോടൊപ്പം തന്നെ ഭാവിയിലെ പൗരന്മാർക്കും അതിന്റെ ഗുണം, അതിന്റെ ഗുണഭോക്താക്കൾ നിർമ്മിക്കുന്ന ആളുകൾ മാത്രമല്ല
അതിന്റെ ചുക്രം പിടിക്കുന്ന ഭരണചക്രം പിടിക്കുന്നവർക്ക് മാത്രമല്ല ജനാധിപത്യത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കേണ്ടത്. പ്രദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഒരു തൂമ്പം മണ്ണെടുത്തുകൊണ്ട് പോകുമ്പോഴേ അത് നമ്മളെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നുള്ളെന്നും അവിടെ ജീവിക്കുന്ന ആളുകളെ അത് ബാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രകൃതിയും കൂടെ ഇണക്കിക്കൊണ്ടുള്ള, കാലാവസ്ഥയെ കൂടി ഇണക്കിക്കൊണ്ടുള്ള ഒരു ഗ്രീൻ ഡെമോക്രസി എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ജനാധിപത്യം പുലരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ ജനാധിപത്യ പ്രാതിനിധ്യം, അതായത് ജനകീയ പ്രാതിനിധ്യം അനുസരിച്ചാണ്, ജനസംഖ്യയുടെ ആനുപാതികമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ പ്രാതിനിധ്യം പിന്നെ ശരിയായ രീതിയിൽ പ്രയോഗിച്ചില്ലെങ്കിൽ, ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ ഗവൺമെന്റ് ഗുണം കിട്ടുകയില്ല. ഇവിടെ ജാതിയും മതവും അതുപോലെയുള്ള രാഷ്ട്രീയവും കൂടെ ഇടകലർത്തിക്കൊണ്ട് സങ്കീർണമായ ഒരു ഒരു ജനാധിപത്യ ആവാസത്തരമാണ് ഇവിടുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ശക്തന്മാരാകാതിരിക്കുക, ഭരണഘടനയെ അംഗീകരിക്കാതിരിക്കുക, ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ജാതിയും മതവും രാഷ്ട്രീയവും ഇളക്കിവിട്ട് അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമാണ് ഇന്ത്യയെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് അങ്ങേയറ്റം ദോഷകരമായിട്ടാണ് ഭവിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ എണ്ണം ധരിപ്പിച്ച് ജയിപ്പിക്കുന്നതിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പകുതി താഴെയുള്ള ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 50-അധികമോ ശതമാനം വോട്ട് കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കുന്ന സ്ഥാനത്ത് ഇവരുദ്ദേശിക്കുന്ന ആളുകളെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള കുതന്ത്രമാണ് ഇന്നത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ വേണ്ടത്ര രീതിയിൽ പരിഹരിക്കാതെ, ജനങ്ങളാണ് ജനാധിപത്യത്തിൽ അതിന്റെ അടിസ്ഥാന ശീല എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ആശയങ്ങളും അവരുടെ അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ ഭരണം എന്ന് പറയുന്നത്. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്നുള്ളതാണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ഇവിടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ ജനങ്ങളും ഈ ജനപ്രതിനിധികളുമായി ഒരു കാലാവസ്ഥയിലെ 5 വർഷത്തിനിടയിൽ യാതൊരു ബന്ധവുമില്ല. അധികാരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്ന പ്രവൃത്തിയില്ല, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന അവസ്ഥയില്ല, അവരെ കാണാൻ എത്തുന്ന ഒരവസ്ഥയില്ല. അപ്പൊ അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ദൈവങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ മുമ്പിൽ കൂപ്പുകൈയുമായി നിൽക്കുന്നവരാണ് ഇന്നത്തെ ഇന്ത്യയുടെ പരമാധികാരികളായിട്ടുള്ള ഈ സമ്മതിദായകരെ, പൊതുജനങ്ങൾ. അവരാണ് ഈ ഭാഗത്ത് ഇന്ത്യയുടെ യജമാനന്മാരെ. അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കാതെ, അവരോട് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാതെ, അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ശരിയായ ഒരു പഠനം നടത്താതെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അവർ നമ്മുടെ ഏജന്റന്മാരാണ് വാസ്തവത്തിൽ. 5 വർഷത്തേക്ക് ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കാൻ ഒരു വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് അവരെപ്പോഴും ജനങ്ങളുടെ ആജ്ഞാനുവർത്തികളാണ്. ആജ്ഞ അനുസരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ എന്ത് പറയുന്നുവോ അത് അംഗീകരിക്കുക, ഭരണഘടന എന്ത് അനുശാസിക്കുന്നുവോ അത് നടപ്പിലാക്കുവാനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഏതൊരു തരത്തിലുള്ള നിയമമാണ് ഉണ്ടാക്കേണ്ടത്, പോരായ്മകളുള്ള നിയമങ്ങൾ അത് റെക്ടിഫൈ ചെയ്തതിനു ശേഷം അതുകൂടെ കവർ ചെയ്യത്തക്ക വിധത്തിലുള്ള നിയമമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നിയമസഭയിലോ പാർലമെന്റിലോ പോകുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ ജനങ്ങൾക്ക് കൂടുതൽ കരുതൽ കൊടുക്കുന്നതിനുമായിട്ടുള്ള നിയമനിർമ്മാണമാണ് നടത്തേണ്ടത്. ഇല്ല, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമങ്ങൾ മുഴുവനും, അതായത് ഭരണഘടനാ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയിൽ. ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം രാജ്യമില്ലാത്ത ആളുകളെയാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുത്തു വിടുന്നത്. അവർക്ക് ഒരു ഇന്റർവ്യൂസ് കോഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഭരണഘടനയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരെ വേണം നമ്മൾ ആ വേദിയിലേക്ക് പറഞ്ഞു വിടേണ്ടത്. നമ്മുടെ ജനാധിപത്യം അത്തരത്തിലേക്ക് തരം താങ്ങിയിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾ ഭരണഘടനയെ കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയും ജനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. നോക്കുകുത്തികളായിട്ട് ജനങ്ങൾ മാറുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിലെ കർണൻ എപ്രകാരമാണോ വഞ്ചിക്കപ്പെട്ടത് അതുപോലെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ രക്ഷാകവചമായിട്ടുള്ള വോട്ട് ജനങ്ങൾ വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ കയറിയതിനു ശേഷം തിരിഞ്ഞു നോക്കാനിരിക്കുകയും ചെയ്യുകയാണ്. അവരോടൊരു അഭിപ്രായം, ഒരു ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ആ ബില്ലിനെ സംബന്ധിച്ച് ഒരു ചർച്ച ജനങ്ങൾക്കിടയിൽ നടത്തണം. ജനങ്ങളുടെ അഭിപ്രായം പോലെ രൂപീകരിച്ചിട്ട് വേണം നിയമസഭയിലോ പാർലമെന്റിലോ നിയമം പാസ്സാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയല്ല. ഇവിടെ തമ്മിൽ അടികൂടിക്കൊണ്ട് പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ ജനങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് പരിഗണിക്കാതെയാണ് ഈ നിയമസഭയിലും പാർലമെന്റിലും ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചല്ല പോരാട്ടം, അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ശരിയാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടികളുടെ രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം. അതിനവർ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. അതായത് ആർട്ടിക്കിൾ 47 അനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാ പൗരന്മാർക്കും സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസം കൂടാതെ അവർക്ക് അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കണം.
അതുപോലെ തന്നെ സമീകൃത ആഹാരം, പോഷകാംശം അടങ്ങിയ ആഹാരം കൊടുക്കണം. അതുപോലെ തന്നെ ആരോഗ്യരക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. അടച്ചുറപ്പുള്ള ഒരു വീട് സംവിധാനം ചെയ്തു കൊടുക്കണം. അതുപോലെ നിരന്തരമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കത്തക്ക വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങളും അത് പ്രാവർത്തികമാക്കി കൊടുക്കുന്നതിനുള്ള ദുഷ്കാന്തിയും ഈ മന്ത്രിമാരും ജനപ്രതിനിധികളും എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ യാതൊരു വിഷയങ്ങളും അവർക്ക് പ്രശ്നമേ അല്ല. ദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങളെ വിമോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു കളയുമെന്ന് പറഞ്ഞിട്ട് എത്രയോ ദശാബ്ദങ്ങളായി, 8 ദശാബ്ദമാകാൻ പോകുന്നു. ഇന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ചില വിഭാഗങ്ങൾക്ക് യാതൊരുവിധ ഔന്നിത്യവും ഉണ്ടായിട്ടില്ല. സമൂഹത്തിലെ ഏതാനും ചില ആളുകൾക്ക് ചില ഗുണഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പാർട്ടികളെ പിന്താങ്ങി നിൽക്കുന്നവർക്കൊക്കെയാണ് അതിന്റെ ഗുണം ഉണ്ടായിട്ടുള്ളത്. സാധാരണ ജനങ്ങൾക്ക് അത്തരത്തിലൊരു ഗുണം ഉണ്ടായിട്ടില്ല. അത് മാറ്റിയെടുക്കണമെങ്കിൽ, ജനാധിപത്യം ഇവിടെ പുലരണമെങ്കിൽ ഇവിടുത്തെ ജനം പ്രതികരണം ഭരണഘടനയെ കുറിച്ച് പഠിച്ചിരിക്കണം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പുതിയ തലമുറയ്ക്ക് ഞാൻ തന്നെ ഒരു നിവേദനം പിണറായി വിജയൻ പ്രസാദന് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രാർത്ഥനയ്ക്ക് ശേഷം വായിച്ചു കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ വരും തലമുറയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടതും ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതും. അല്ലാതെ ഒരു വിഭാഗം, ഒരു പാർട്ടിയുടെ ഏകാധിപത്യമോ ഒരു വർഗത്തിന്റെ ഏകാധിപത്യമോ സ്വേച്ഛാധിപത്യമോ അല്ല ഇവിടെ നമുക്ക് സ്വീകരിക്കേണ്ടത്. നമുക്ക് ജനാധിപത്യം തന്നെയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനം. അതിൽ എല്ലാവരും സമന്മാരാണ്. ആണെന്നോ പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരും പ്രകൃതി വിഭവങ്ങൾ സമമായി വീതിച്ച് അനുഭവിക്കേണ്ടവരാണ്. പക്ഷേ ഒരു കാര്യം, നമ്മുടെ വിഭവങ്ങളെല്ലാം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും അത് കുറച്ച് വരും തലമുറയ്ക്ക് മാറ്റിവെക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ നിലനിൽപ്പും പ്രകൃതിയെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ പ്രകൃതി നാശം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ അനുവദിക്കപ്പെടാൻ പാടില്ല. വെള്ളമായാലും അതുപോലെ തന്നെ ഊർജ്ജത്തിന്റെ കാര്യമായാലും കാർഷിക വിഭവങ്ങളുടെ കാര്യമായാലും ഭൂമി പങ്കിട്ടെടുക്കേണ്ടതാണ്, തുല്യമായിട്ട് ജീവിച്ചെടുക്കേണ്ടതാണ്. ഏതാനും ചില വ്യക്തികളുടെ കയ്യിലാണ് ഇന്നത്തെ ഭൂമി, ഇന്ത്യ മുഴുവൻ ഭൂമിയും കയ്യിലിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരന്മാര് അഭയാർത്ഥികളെ പോലെ ഭൂമിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷന്റെ ഓരങ്ങളിലും പൊതുനിരത്തുകളിലും മൈതാനങ്ങളിലും ഒക്കെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് കൂടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് കല്ലിരിക്കുന്നത്. ഒരു മനസാക്ഷിക്ക് കേൾക്കാത്ത മനസാക്ഷി കുട്ടി പോലും ഇല്ലാത്ത ഭരണാധികാരികളാണ് നമുക്കുള്ളത്. കർഷകരെ മാനിക്കുന്നില്ല, സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല. സ്ത്രീകൾക്ക് ഭരണം പങ്കാളിത്തം കൊടുക്കണം, തുല്യ പങ്കാളിത്തം കൊടുക്കണം. അങ്ങനെ വന്നാലേ ജനാധിപത്യം പുഷ്കരമായുള്ളൂ, സാർത്ഥകമായുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ ചെയ്യേണ്ടത് ജനപ്രതിനിധികളെ നിലയ്ക്ക് നിർത്താൻ നമ്മൾ തയ്യാറാവണം. തെരഞ്ഞെടുക്കപ്പെടുന്നവൻ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു ഏജൻസിയുടെ ആളിനെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നതെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കല്ല അവർ പ്രാമുഖ്യം കൊടുക്കുമ്പോൾ മറിച്ച് അവരുടെ പാർട്ടി പറയുന്ന അവരുടെ തത്വശാസ്ത്രങ്ങളും അവരുടെ നയങ്ങളും നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ ജനങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ഭരണഘടനയ്ക്ക് കീഴിൽ ഈ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. എന്നാൽ അധികാരത്തിൽ വരുന്നവരൊന്നും ഭരണഘടനയെ മാനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്നിൽ അവരുടെ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഭരണഘടനയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അവർ മറിച്ചു പോലും നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന മാറ്റണം എന്നവർ പറയുന്നത്. അവരുടെ ആശയഗതിക്കനുസരിച്ച് ഇന്ത്യയിലെ 150 കോടി ജനങ്ങളെയും നയിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർ കുസൃതിത്തരങ്ങൾ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റണം, ഇതെടുത്ത് മാറ്റണം. ജനാധിപത്യം പോരാ, ഇത് മതേതര രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് നമ്മൾ പൗരാണിക കാലം മുതലേ എല്ലാ വിധത്തിലുള്ള ആശയങ്ങളും ഇവിടെ പുലരുന്നുണ്ട്. അത് ഇനി ഉണ്ടാകണം. ഒരു പൂന്തോട്ടത്തിൽ വിവിധ വർണ്ണങ്ങളിലും പെട്ട സസ്യലതാദികൾ നിൽക്കുകയും അതിനെ വേണ്ട വിധത്തിൽ കോതി മിനുക്കി ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല കൗതുകം പുറത്തുന്നതാണ്. കാണുമ്പോൾ നയനാനന്ദകരമായിരിക്കും, ആത്മസംതൃപ്തി കിട്ടും. ഏതെങ്കിലും ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ നിറത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു പൂന്തോട്ടം എത്ര അനാകർഷകമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ വയറ്റിൽ കിടന്നാൽ അത് മറ്റൊരുത്തിനെ ബാധിക്കുന്നില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള പ്രക്രിയകൾ, അവരവരുടെ ആശയങ്ങൾ, അവരവരുടെ വിശ്വാസങ്ങൾ അവരവർ വച്ചു പുലർത്തുകയും അത് അന്യനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യം കൊണ്ട് ഒരു പുരോഗമനമേ ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാവുക അല്ല. ഇവിടെ ജനാധിപത്യം കൊണ്ട് ഈ ജനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി അവനവൻ ആത്മസുഖത്തിന് ആഗ്രഹിക്കുന്നവർ അവരുടെ സുഖത്തിനായി വരണമെന്നുള്ള പാരായണ സിദ്ധാന്തം ഉണ്ടല്ലോ. അത് നമുക്ക് മനസ്സിലാണ്. മാത്രമേ ഉള്ളൂ. സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ സ്വീകരിക്കാവുന്ന ഒരു സന്ദേശമാണ്. പക്ഷെ ഇതൊന്നും സ്വീകരിക്കാതെ ഇത് പരസ്പര സ്നേഹമാണ് പരമാനന്ദ വിധാനം എന്നും നിരഭിമാനം വരികണം നരാധമന്മാരെ എന്നും ഞാൻ ഒരു കവിതയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മതമല്ല, ജാതിയല്ല, വർഗമല്ല, ഇതൊന്നുമല്ല നമുക്ക് ആനന്ദം പകർന്നിരുന്നു. മറിച്ചോ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടാകുന്ന ആത്മസംതൃപ്തിയാണ് നമ്മുടെ സുഖം, നമ്മുടെ പുറത്ത് അതാണ്. അത്തരത്തിലേക്ക് ജനാധിപത്യത്തെ കുറെ കൂടെ ശക്തിമത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൗരന്മാരും
നമ്മുടെ ഭരണാധികാരി വർഗവും ജനാധിപത്യത്തെ കുറെ കൂടി സാധകമാക്കപ്പെട്ട വിധത്തിൽ അഴിമതിയും ദുർഭരണവും സ്വേച്ഛാധിപത്യവും ഭരണഘടനാ വിധ്വംസനവും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഈ ആചരണ ദിവസത്തെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ആ ഇന്ത്യൻ ഭരണഘടനയെ മുറുകെ പിടിക്കുകയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ സോഷ്യലിസ്റ്റ് മതേതര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാക്കുന്നതിന് വേണ്ടി തമ്മിലടിച്ച് തലയൂരി നാശമാകാതെ രക്തക്കെട്ടിലുണ്ടാക്കാതെ നമുക്കിവിടെ പുരുഷന്മാരായിട്ട് ജീവിക്കാം, സുഖപ്രദമായി ജീവിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഇവിടെയുണ്ട്. മനഃപൂർവ്വം രാഷ്ട്രീയക്കാരും മതക്കാരും ചേർന്നുകൊണ്ട് ദൈനംദിന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ജനങ്ങളെ പുറത്ത് ആറ്റം ബോംബിടുന്നത് പോലെ ആശയങ്ങളുടെ മാലിന്യപൂരിതമായ ആശയങ്ങൾ വാരിയെറിഞ്ഞ് ചെലി വാരിയെറിഞ്ഞ് അവരെ പറ്റിക്കുന്ന ജനാധിപത്യം നമുക്കുണ്ട്. ഒഴിവാക്കണം. സാധ്യമായ ജനാധിപത്യം ഉണ്ടാകുന്ന ജനങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പ്രയോഗിക്കുവാൻ തയ്യാറാകണം. നല്ല ഇന്റലിജൻസ് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലത നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കാരണം ഒരു പൗരനുണ്ടാവണം. പ്രതികരിക്കണം, ശക്തമായി പ്രതികരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. ആരുടെ അടിമയല്ല ജനങ്ങൾ. അടിമയാക്കാൻ വരുന്ന ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലേക്ക് മാറണം. അടിമയല്ല, ആരുടെയും അടിമയും ഉടമയും അല്ല. അതെല്ലാം ഈ ദുരഭിമാനികൾ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ്. അത് ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്ത്യൻ ജനാധിപത്യത്തെ നമ്മൾ കാണുകയും ലോക ജനാധിപത്യത്തെ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ ഇന്ന് കാണുന്ന ഈ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും അതിനൊരു പരിസമാപ്തി വരുത്താൻ കഴിയൂ. ഞാൻ ഈ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തെ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ശ്രേയസ്കരമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.